രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്ന മൂന്നാം തവണയും രാജ്യം ഭരിക്കുന്ന NDA സർക്കാർ, അതിലെ നേതൃത്വ നിരയായ BJP, ഭാരതീയ ജനതാ പാർട്ടിക്ക് അങ്ങനെ എളുപ്പത്തിൽ കടന്നുകൂടാൻ കഴിയാത്ത ഒരു ബാലികേറാമലയായി തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾ, ഒന്ന് കേരളവും മറ്റൊന്ന് തമിഴ്നാടുമായിരുന്നു. കേരളത്തിൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു സീറ്റ് നേടുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലേക്ക് കാലുകുത്തുവാൻ കഴിയാത്ത തരത്തിലേക്ക് പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതിയായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അണ്ണാമലയിലൂടെ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മണ്ഡപം BJPക്ക് തമിഴ്നാട്ടിലുണ്ട് എന്ന് ബോധ്യപ്പെട്ട BJP അതിനുവേണ്ടിയുള്ള എല്ലാ കരുനീക്കങ്ങളും തമിഴ്നാട്ടിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പേരിൽ DMKയുടെ നേതൃനിരയിൽ നിൽക്കുന്ന സ്റ്റാലിൻ BJPയെ ആശയങ്ങൾ കൊണ്ടും ആദർശം കൊണ്ടും തിരിച്ചടിച്ചിരുത്തുവാൻ ശ്രമിക്കുക തന്നെയാണ്. എന്നാൽ ഇപ്പോൾ DMKക്കെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു ആരോപണവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ. BJPയുടെ മുൻനിര നേതാക്കന്മാരിൽ BJPയുടെ മുഖമായി നിൽക്കുന്ന അമിത്ഷാ ശക്തമായ ഭാഷയിൽ തന്നെയാണ് DMKക്കെതിരെ, DMK നയിക്കുന്ന തമിഴ്നാട് സർക്കാരിനെതിരെ അതീവ രൂക്ഷമായ ഒരു ആരോപണമായി എത്തിയിരിക്കുന്നത്. ഭാഷാവിധവും അതുമായി ബന്ധപ്പെട്ട പോരും മുറുകുന്നതിനിടെ DMK സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ. 2026 തമിഴ്നാട്ടിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്ന് പറഞ്ഞ അമിത്ഷാ DMK സർക്കാരിൻ്റേത് അഴിമതി നിറഞ്ഞ ഭരണമാണെന്നും കുറ്റപ്പെടുത്തി. കോയമ്പത്തൂരിൽ BJP ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു DMKക്കെതിരെ ആഞ്ഞടിച്ചത്. അഴിമതി കേസുകളിൽ DMKയുടെ എല്ലാ നേതാക്കളും ബിരുദാനന്തര ബിരുദം നേടിയവരാണ് എന്നും അമിത്ഷാ പറയുന്നു. അവരുടെ നേതാക്കളിൽ ഒരാൾ ജോലിക്ക് വേണ്ടിയുള്ള പണമിടപാട് കേസിൽ കുടുങ്ങിയപ്പോൾ മറ്റൊരാൾ കള്ളപ്പണം വെളുപ്പിക്കലിലും അനധികൃത മണൽ ഖനനത്തിലും ഏർപ്പെട്ടിരിക്കുന്നു. മൂന്നാമനാവട്ടെ അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിടുന്നു. അമിത്ഷാ ഇങ്ങനെ പല ആരോപണ ശരങ്ങളും DMKക്കെതിരെ ഉയർത്തി. കേന്ദ്ര ഫണ്ട് BJPയും മോദി സർക്കാരും ചേർന്ന് തടഞ്ഞു വെക്കുന്നു എന്ന ആരോപണത്തിലും അമിത്ഷാ മറുപടി നൽകി. MK സ്റ്റാലിൻ്റെ പ്രസ്താവനയിൽ സത്യമില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5 ലക്ഷം കോടി രൂപയാണ് മോദി സർക്കാർ തമിഴ്നാടിന് നൽകിയത്. ഷാ ഇങ്ങനെയും പറഞ്ഞു. UPA NDA സർക്കാരുകളുടെ കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ അനീതിയുടെ കണക്കുകൾ വ്യക്തമാവുമെന്നും ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം അനീതി നേരിട്ടതായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പലപ്പോഴും അവകാശപ്പെടുന്നത് കാണാറുണ്ട്. എന്നാൽ UPAയുടെയും NDAയുടെയും കാലത്ത് വിതരണം ചെയ്ത ഫണ്ടുകളുടെ താരതമ്യം ചെയ്യുമ്പോൾ UPA ഭരണകാലത്ത് യഥാർത്ഥ അനീതി സംഭവിച്ചതെന്ന് വെളിപ്പെടുകയും ചെയ്യും എന്നും അമിത്ഷാ പറഞ്ഞു. സമൂഹത്തിലെ എല്ലാ അഴിമതിക്കാരെയും മെഗാ അംഗത്വ പരിപാടി വഴി DMKയിൽ ചേരാൻ അനുവദിച്ചതുപോലെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. യഥാർത്ഥ ആശങ്കയിൽ നിന്ന് വ്യതിചലിക്കാൻ MK സ്റ്റാലിനും മറ്റു വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷവും ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെയും സീറ്റുകൾ കുറയില്ലെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മുതിർന്ന BJP നേതാവ് പറഞ്ഞു. 2026 BJP തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കും. സംസ്ഥാനത്ത് സ്വജനപക്ഷപാതവും അഴിമതിയും അവസാനിപ്പിക്കുമെന്നും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ നീക്കം ചെയ്യുമെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ദേശീയ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് വേണ്ടി കാത്തിരുന്നോളൂ എന്നും അമിത്ഷാ സൂചിപ്പിച്ചു. ആ പുതിയ സർക്കാർ തമിഴ്നാടിന് ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും. സംസ്ഥാനത്തെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കും. തമിഴ്നാട്ടിൽ അഴിമതി തുടച്ചു നീക്കും. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ തമിഴ്നാട്ടിൽ നിന്ന് നീക്കം ചെയ്യാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഇതോടെ തമിഴ്നാട് കേന്ദ്ര ഭിന്നത മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ്. തമിഴ്നാടിനെ ഏതു വിധേനയും കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു എന്നതിൻ്റെ സൂചനയാണ് BJP സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള അമിത്ഷായുടെ ഈ പ്രസംഗം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരാണ് ഡൽഹി ഭരിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഡൽഹി പിടിച്ചെടുത്ത BJPയുടെ അതേ തന്ത്രത്തിൻ്റെ മറ്റൊരു തലമാണ് തമിഴ്നാട്ടിൽ പ്രയോഗിക്കുന്നത്. കാരണം DMK ഹിന്ദുമത ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ദ്രാവിഡ ആശയവുമായി മുൻപോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ഹിന്ദുമത വികാരം എന്ന തരത്തിലേക്ക് തമിഴ്നാട്ടിലേക്ക് കടന്നു കയറുവാൻ BJPക്ക് സാധിക്കില്ല. സ്വാഭാവികമായും അതുകൊണ്ട് ഡൽഹിയിൽ ഉപയോഗിച്ച അതേ
ആയുധം തന്നെ തമിഴ്നാട്ടിലും ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതിൻ്റെ സൂചനയാണ് അമിത്ഷായുടെ ഈ വാക്കുകൾ. അഴിമതിയിൽ മുങ്ങിക്കിളിച്ചു നിൽക്കുന്ന തമിഴ്നാട് സർക്കാരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡബിൾ എഞ്ചിൻ സർക്കാരായി ചലിക്കുവാൻ വേണ്ടി ബി ജെ പിയെ തമിഴ്നാട്ടിലേക്ക് അധികാരത്തിൽ കൊണ്ടുവരണമെന്നതിൻ്റെ ആദ്യ ആഹ്വാനം അല്ലെങ്കിൽ ആദ്യത്തെ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് അമിത്ഷാ. സ്വാഭാവികമായും 2026 കേരളത്തിനോടൊപ്പം നടക്കുവാൻ പോകുന്ന തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഏത് തന്ത്രവും പയറ്റുവാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി എന്ന് വേണം മനസ്സിലാക്കാൻ.